ഹായ് ഓൾ. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. മുന്നണികൾ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു. പ്രത്യേകിച്ചും UDF 100 സീറ്റ് കിട്ടുമെന്നാണ് ഇന്നും പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. മറ്റു UDFന്റെ കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന വിവരങ്ങൾ പ്രകാരം അവർ വലിയ പ്രതീക്ഷയാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടായി ഭരണവിരുദ്ധ തരംഗത്തിലൂടെ 100ഓളം സീറ്റാണ് ഏകദേശം UDF കേന്ദ്രങ്ങളും പറയുന്നുള്ളത്. LDF കേന്ദ്രങ്ങളിൽ അത്ര കൃത്യമായിട്ട് ഒരു ഭരണ അനുകൂലമായ സാഹചര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല. അവർ ഭരണം തുടർച്ച ഉണ്ടാകുന്നെങ്കിൽ പോലും മാർജിനലൈസ് ആയ ഒരു 75 മുതൽ 72 മുതൽ ഒരു 80-85 സീറ്റ് വരെയാണ് പറയുന്നത് പരമാവധി. അത്തരം ഒരു കാൽക്കുലേഷനിലാണ് അവരുണ്ട്. സ്വാഭാവികമായിട്ടും 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാരാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതായത് ആദ്യത്തെ 5 വർഷവും രണ്ടാമത്തെ 5 വർഷവും 10 വർഷമാണ് പിണറായി തുടർച്ചയായി ഭരിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും ഈ ഭരണം മാറട്ടെ, UDF വരട്ടെ എന്നുള്ളതായ സമീപനം സ്വീകരിച്ചോ എന്ന് പറയാൻ പറ്റില്ല. സാധാരണ കേരളത്തിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാവാറുണ്ട്. മറ്റൊന്ന്, SIR ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു ജനവിഭാഗം വോട്ട് ചെയ്യാൻ എത്തിയെന്നാണ്. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളായ മുസ്ലിം വോട്ടർമാർ പരമാവധി ഇത്തവണ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് SIR ബന്ധപ്പെട്ട് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള പ്രചരണങ്ങളിലൂടെയാണ് ഈ വോട്ടർമാർ യഥാർത്ഥത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അപ്പോൾ അത് വലിയൊരു ശതമാനം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കാരണമായിട്ടുണ്ട്. അവരൊക്കെ ഭരണവിരുദ്ധം, അതായത് പിണറായി സർക്കാരിനെതിരെ പുതിയൊരു സർക്കാരിനെ കൊണ്ടുവരാനുള്ള താല്പര്യങ്ങൾക്കാണ് വോട്ട് ചെയ്തത് എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് തരംഗമായിട്ട് മാറും, ഒരു സംശയവുമില്ല. ഈ പറയുന്നത് പോലെ UDFന് വലിയ വിജയത്തിലേക്ക് നയിക്കും. പക്ഷേ അവർ എന്തിനാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് എന്ന് റിസൾട്ടിന് ശേഷമേ മനസ്സിലാക്കാൻ കഴിയൂ. UDF പറയുന്നത്, VD സതീശൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത് 100 സീറ്റ് കടക്കുമെന്നാണ്. അത് നേരത്തെ ആരോപിക്കപ്പെടുന്നത് പോലെ VD സതീശൻ BJPയുമായി നടത്തിയ ഡീലിംഗോ RSSുമായിട്ട് നടത്തിയ ഡീലിംഗോ പ്രകാരമാണോ ഇത്തരം സംസാരിക്കുന്നത് എന്നുള്ള സംശയമാണ്. മറ്റൊന്ന്, ഈ CPM വിമതരുമായിട്ട് VD സതീശൻ ഒരു വർഷം മുമ്പ് തന്നെ ചർച്ചകൾ നടത്തി എന്ന് VD സതീശൻ പറയുന്നുണ്ട്. അപ്പോൾ അതും വർഷങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുണ്ട്. അതിനിടയിൽ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്താത്ത ചർച്ചകൾ എവിടെയൊക്കെ ആരൊക്കെ ആയിട്ട് നടത്തി, എത്ര വോട്ട് തിരിച്ചും മറിച്ചും വാങ്ങി എന്നുള്ളത് അറിയേണ്ട കാര്യമാണ്. ഇതാണ് അതിൻ്റെ ഒരു റൂട്ട് എന്നുള്ളത്. പറയാൻ വരുന്നത് മറ്റൊരു കാര്യമാണ്. കാസർഗോഡ് ജില്ലയിലെ നിയമസഭാ സീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന BJP ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മഞ്ചേശ്വരമാണ് ഒന്നാമതായി പറയാനുള്ളത്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ 750 വോട്ടിന് പരാജയപ്പെട്ട K സുരേന്ദ്രൻ BJPക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ AKM അഷ്റഫ് എന്ന സിറ്റിംഗ് MLA തന്നെയാണ് UDFന് വേണ്ടി രംഗത്തുള്ളത്. ജയാനന്ദൻ എന്ന സ്ഥാനാർത്ഥിയാണ് CPMന് വേണ്ടി രംഗത്തുള്ളത്, LDFന് വേണ്ടി. കഴിഞ്ഞ തവണ 40,000 വോട്ട് LDF നേടിയിട്ടുണ്ട്. UDF 750 വോട്ടിന് ജയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം BJP UDF മത്സരം തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. LDFന് മണ്ഡലത്തിൽ ഒരു പ്രത്യേക സാധ്യതകൾ ആരും കൽപ്പിക്കുന്നില്ല. അപ്പോൾ റിസൾട്ടുമായി ബന്ധപ്പെട്ട് BJP കേന്ദ്രങ്ങൾ പറയുന്നത് തങ്ങൾ വിജയിക്കുമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ വിജയത്തിൻ്റെ മാർജിൻ എത്രത്തോളമായിരിക്കുമെന്ന് അവർക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. നേരിയ മാർജിനിൽ വിജയിക്കുമെന്നാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ തവണ 750 വോട്ട്, അതിനു മുമ്പ് 86 വോട്ട്, ഈ രണ്ട് നമ്പറുകൾക്കാണ് UDF വിജയിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം എന്താവുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണെങ്കിൽ പോലും BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലത്തിൽ ഒരു വലിയ ഭൂരിപക്ഷം അവർ പറയുന്നില്ല എന്നുള്ളത് അവർ ഈ മത്സരം കടുത്തതായിരുന്നു എന്ന് വ്യക്തമാവുന്നതാണ്. അതുകൂടാതെ അവർ ഉദ്ദേശിച്ച പോലെയുള്ള അവരുടെ വോട്ടർമാർ സമ്പൂർണ്ണമായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പരമാവധി എത്തിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. വലിയ പണം അവർ ചെലവാക്കി കാണും. കാരണം അവരുടെ പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലങ്ങളിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ AKM അഷ്റഫിനെ തറപ്പറ്റിക്കാൻ കഴിയുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. UDF കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരും നേരിയ ഭൂരിപക്ഷം തന്നെയാണ് പ്രവചിക്കുന്നത്. നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ്. അല്ലെങ്കിൽ ഒരു 3000 to 5000, 1000 to 5000 ഇങ്ങനെ ഒരു നമ്പറാണ് അവർ പറയുന്നത്. ആ നമ്പറിനുള്ളിൽ വിജയം ഉറപ്പാണ് എന്നതാണ്. പക്ഷെ എങ്കിൽ പോലും ആശങ്കകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ SIRലൂടെ നിരവധി വോട്ടർമാരെ മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. വലിയൊരു ശതമാനം ആളുകൾ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നതാണ് UDF അവകാശപ്പെടുന്നത്.
അങ്ങനെയാണെങ്കിൽ അത് UDFന്റെ വിജയം എളുപ്പമാക്കി കളയും. പക്ഷേ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണ്. വളരെ ക്ലോസ് മത്സരമാണ് മഞ്ചേശ്വരത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത്. അത് തന്നെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് SDPI ആണ്. SDPI സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്ത് പത്രിക പിൻവലിച്ച മണ്ഡലമായതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ള വളരെ വലിയ ചോദ്യമുണ്ട്. അത് AKM അഷ്റഫിന് സമ്പൂർണ്ണമായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ അഷ്റഫിന്റെ ജയം ഉറപ്പാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, അതല്ലാതെ തീരുമാനത്തിൽ അവരുടെ പ്രവർത്തകർ എത്തിയിട്ടുണ്ടെങ്കിൽ അത് LDFിലേക്കോ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലീഗിന് കൂടുതൽ ദുഷ്കരമായ സാഹചര്യത്തിലേക്ക് മാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട് പിന്നീട് LDF സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ 40,000-ൽ പരം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം എത്ര വോട്ടിലേക്ക് അത് എത്തുമെന്ന് മറ്റൊരു കാര്യമാണ്. കുറഞ്ഞത് 30,000-വും കൂടിയാൽ 40,000-ൽ പരം വോട്ടുകളിലേക്കും അത് എത്തിയില്ല എങ്കിൽ അത് പ്രശ്നമായിട്ട് മാറും. പിന്നീട് രണ്ടാമത് വരുന്നത് കാസർഗോഡ് നിയമസഭാ മണ്ഡലമാണ്. കാസർഗോഡ് നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 50 വർഷമായി UDF തന്നെ ജയിച്ചു വരുന്ന മണ്ഡലമാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ് അവിടെ വിജയിച്ചു വരാറുള്ളത്. 10-20 നൂറ്റാണ്ടോളം CT അഹമ്മദ് അലി വിജയിച്ച മണ്ഡലം പിന്നീട് NA നെല്ലിക്കുന്ന് സ്ഥാനാർത്ഥിയായി വന്നു. നേരത്തെ INL-ലായിരുന്നു NA നെല്ലിക്കുന്ന്. ലീഗിലേക്ക് മാറുകയും തുടർന്ന് ലീഗിൽ വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും MLA ആവുകയും ചെയ്തു. അദ്ദേഹമായിരുന്നു തുടർന്ന് MLA ആയിട്ട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. ഇപ്രാവശ്യം അദ്ദേഹത്തെ മാറ്റി കലക്ടർ മാഹിനാജി എന്ന മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റിനെയാണ് UDF സ്ഥാനാർത്ഥിയാക്കിയത്. ഇത് പേയ്മെന്റ് സീറ്റാണെന്നുള്ള ഒരു തരത്തിലുള്ള വിമർശനമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ BJP ആണ് രണ്ടാം സ്ഥാനത്തുണ്ടാവാറ്. കഴിഞ്ഞ തവണ 64,000 വോട്ട് UDF നേടിയപ്പോൾ 50,000 വോട്ടാണ് BJP നേടിയത്. 28,000 വോട്ട് നേടാൻ മാത്രമാണ് LDF സ്ഥാനാർത്ഥി. INL-ന് കൊടുക്കുന്ന സീറ്റാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലം. വലിയ പ്രതീക്ഷകളൊന്നും LDF-നെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തത് കൊണ്ടാണ് സാധാരണ അത്തരമൊരു നിലപാട് സ്വീകരിക്കാറ്. അങ്ങനെ ഒരു നമ്പറിലേക്ക് അവർ കഴിഞ്ഞ തവണ എത്തിയത് 28,000 എന്നുള്ള നമ്പറിലേക്കാണ്. അപ്പോൾ ഒരു 14,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് BJP-ക്കെതിരെ UDF സ്ഥാനാർത്ഥി നേടിയിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ കണക്ക്. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളെ പരിശോധിക്കുമ്പോൾ 8,000-വും 12,000-വും ഈ ഒരു നമ്പറായിരുന്നു ഭൂരിപക്ഷമുള്ളത്. BJP-യുടെ സ്ഥാനാർത്ഥികൾ ആരാണെന്നത് ഒരു പരിഗണനാ വിഷയമാണ്. അതനുസരിച്ച് വിജയ മാർജിനിൽ കഴിഞ്ഞ 2 തവണയും 3 തവണയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഏതായാലും UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ 50 വർഷമായി ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ BJP രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലത്തിൽ ഇപ്രാവശ്യം കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല UDF-നെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. ഈ മണ്ഡലത്തിൽ UDF സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്നുള്ളത് മുസ്ലിം സമുദായത്തിൻ്റെ അടുക്ക് ന്യൂനപക്ഷങ്ങളുടെ ഇടയ്ക്ക് BJP വരും എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുകയും ആ പ്രചരണം നടത്തുകയും അത് വോട്ടാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ള ഒരു എളുപ്പമുള്ള തന്ത്രമാണ് ഇത്രയും കാലം. മഞ്ചേശ്വരത്തും ഇത് തന്നെയാണ്, കാസർഗോഡും ഇത് തന്നെയാണ് ലീഗ് ചെയ്യുന്നുള്ളത്, UDF ചെയ്യുന്നുള്ളത്. അവരുടെ രാഷ്ട്രീയം പറയുന്നതിനപ്പുറം വികസന നേട്ടങ്ങൾ പറയുന്നതിനപ്പുറം ഈ ഒരു തന്ത്രമാണ് മുസ്ലിം ലീഗ് പരമ്പരാഗതമായിട്ട് ഈ മണ്ഡലത്തിൽ പ്രയോഗിക്കാറ്. പക്ഷേ ഇപ്രാവശ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ LDF സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ വന്നതോട് കൂടിയിട്ടാണ് ചിത്രം മാറുന്നത്. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിന്റെ അവസാന നിമിഷമാണ് ഷാനവാസ് പാദൂർ കാസർഗോഡ് മണ്ഡലത്തിൽ ഈ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നത്. നേരത്തെ ആദ്യം മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ പിന്നീട് അവസാന നിമിഷം അത് കാസർഗോട്ടേക്ക് മാറി. ഷാനവാസ് പാദൂർ വരാനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത്, അദ്ദേഹം എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി എന്നുള്ളത്, ഈ മാഹിനാജി എന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ നിർത്തിയതുമായി ബന്ധപ്പെട്ട് ആ കാസർഗോഡ് മണ്ഡലത്തിനകത്ത് മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗുമായി സഹകരിക്കുന്ന പല വിഭാഗങ്ങൾക്കിടയിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിൽ മുതലാക്കിക്കൊണ്ട് അതിൽ ഒരു സാമൂഹിക അന്തരീക്ഷം രൂപപ്പെടുകയും ഒരു സാഹചര്യം രൂപപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ LDF അവിടെ ഒരു സാധ്യത കാണുകയും അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പരിഗണിക്കാൻ പറ്റുന്ന ജനകീയനായിട്ടുള്ള കഴിഞ്ഞ തവണയൊക്കെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സമൂഹത്തിനിടയിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമായ ഷാനവാസ് പാദൂറിനെ കൊണ്ടുവരികയാണ്. ഇത് വലിയൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള നീക്കമാണ് LDF നടത്തിയത്. കാസർഗോഡ് മണ്ഡലത്തിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇതിനെ പിന്തുണച്ചിരുന്നു എന്നതാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതാണ് ഷാനവാസ് പാദൂറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ മൂന്നാം സ്ഥാനത്തുള്ള വലിയ മാർജിനലായി വ്യത്യാസമുള്ള ഷാനവാസ് പാദൂരും UDF-ഉം തമ്മിലുള്ള മത്സരമായിട്ട് ഇത് യഥാർത്ഥത്തിൽ മാറുകയായിരുന്നു.
ഇവിടെ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് ഷാനവാസ് പാദൂരിനെതിരെ UDF അവിടെ ഒരു സ്ഥാനാർത്ഥിയെ അപരനെ നിർത്തിക്കൊണ്ട് കൊണ്ടുവരുന്നു. അതായത് UDF ഇതിൽ ഷാനവാസ് പാദൂർ വരുന്നതോടുകൂടി ഒരു അപകടം മനസ്സിലാക്കി ഒരു അപര സ്ഥാനാർത്ഥിയെ അവർ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഒരു വിവാദമായ ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ്. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ ഒരു കുടുംബയോഗത്തിൽ വെച്ച് രാത്രി 8:30 മണിക്ക് ഒരു മുസ്ലിം ലീഗ് വനിതാ വിഭാഗം നേതാവ് ഈ ഷാനവാസ് പാദൂരിനെതിരെ മുനാഫിക് എന്നുള്ള പ്രയോഗം നടത്തുകയാണ്. അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തരുത് എന്ന് കുമ്പോൾ തങ്ങളെ പോലെയുള്ള ആത്മീയ പ്രമുഖർ തന്നെ, സമുദായത്തിനകത്തുള്ള ആത്മീയ പ്രമുഖർ തന്നെ ഈ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചു. സത്യവിശ്വാസികളായ ആളുകളെ ഇത്തരത്തിൽ പ്രയോഗിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് വളരെ വലിയ വിഷയമായിട്ട് മാറി. മറ്റൊന്ന്, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനകത്തുള്ള ആഭ്യന്തര കുഴപ്പങ്ങൾ മറ്റൊരു ഘടകമാണ്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് മണ്ഡലത്തിനകത്ത് തന്നെ മുസ്ലിം ലീഗ് വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ യുവാക്കൾക്കിടയിൽ ഒരു ട്രെൻഡായി ഷാനവാസ് പാദൂർ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ മുതൽ പൊതുവായിട്ടുള്ള സാമൂഹ്യത്തിന്റെ യുവാക്കളുടെ ഒരു ട്രെൻഡ് രൂപപ്പെടുത്തുന്നത് ഷാനവാസ് പാദൂരിന് അനുകൂലമായിട്ടാണ്. UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ഒരു കാസർഗോഡ് പോലെയുള്ള നിയമസഭയിൽ മുസ്ലിം ലീഗിന്റെ ഉറച്ച സീറ്റിൽ മത്സരിപ്പിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയല്ല. മുസ്ലിം ലീഗിന് വേണ്ടി നിയമസഭയിൽ പോയിക്കൊണ്ട് ഏറ്റവും ശക്തമായ വാദങ്ങൾ സംസാരിക്കേണ്ട ആളാണ് കാസർഗോഡിന് മത്സരിപ്പിക്കേണ്ടതെന്നും, അല്ലെങ്കിൽ കാസർഗോഡിന്റെ വികസന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായി നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന, ഭരണകൂടത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളാണ് മത്സരിക്കേണ്ടതും എന്നുള്ള പൊതുവികാരവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് പരിശോധിക്കുമ്പോൾ BJP ഒരു SIR-ൽ ഒരു 11,000 വോട്ട് തള്ളിപ്പോയിട്ടുണ്ട്. അത് BJP വോട്ടുകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം വിവരങ്ങളാണ് അതിനെപ്പറ്റിയുള്ളത്. അപ്പോൾ BJPക്ക് നേരത്തെ കിട്ടിയ വോട്ടുകളിൽ വളരെ വലിയ കുറവിലേക്കുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നീട് അവർ കൂട്ടിച്ചേർത്ത വോട്ടുകൾ അവർക്ക് 2,000-3,000 വോട്ടാണ് കൂട്ടിച്ചേർത്തു എന്ന് പറയപ്പെടുന്നത്. അത്തരം വോട്ടുകൾ കൂടാനുണ്ട്. പക്ഷേ ഈ വോട്ട് കുറയുന്നതോടൊപ്പം തന്നെയാണ് ആ വോട്ട് കൂടുന്നത്. എങ്കിലും കഴിഞ്ഞ തവണ അത്ര അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് 28,000 വോട്ടുകൾ അവിടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം മറ്റ് അനുകൂല ഘടകങ്ങൾ, ഒന്ന്, മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ പല വിഭാഗങ്ങൾ ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെയുള്ള നിലപാട് സ്വീകരിച്ചു. മുസ്ലിം ലീഗിനകത്ത് ആഭ്യന്തരമായ പല വിഷയങ്ങളുണ്ടായി. പിന്നീട് SDPI പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തവണ LDF-ന് അനുകൂലമായിട്ടാണ് അവരുടെ നിലപാട് സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സമൂഹത്തിനകത്ത് തന്നെ 50 വർഷമായി ഒരേ വിഭാഗം പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലം ഒരു BJP-യെ മുൻനിർത്തി ഒരു വോട്ട് നേടുന്ന തരത്തിൽ അത് വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു സ്ട്രാറ്റജി പരമ്പരാഗതമായി സ്വീകരിച്ചത് കൊണ്ട് സമൂഹത്തിനകത്തുണ്ടാവുന്ന ഒരു മുഷിപ്പ്, അല്ലെങ്കിൽ അതിനെതിരെ ഉണ്ടായ ഒരു ജനവികാരം, ഇതൊക്കെ മുൻനിർത്തി നേരത്തെയുള്ള സാഹചര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഒരു ക്ലോസ് ഫൈറ്റ് നടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് LDF-ഉം UDF-ഉം തമ്മിലാണ് ശക്തമായ മത്സരം നടന്നത്. അത് ഷാനവാസ് പാദൂറിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഇത്രയും ശക്തമായ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ടാണ് ലീഗ് ഷാനവാസ് പാദൂറിനെ ലക്ഷ്യമാക്കിയുള്ള പ്രചരണങ്ങൾ നടത്തിയത്. ഏതായാലും തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ എന്തായാലും പരമ്പരാഗതമായിട്ട് ഇത്രയും വർഷം പോലെയുള്ള കാര്യങ്ങളായിരിക്കില്ല ഇത്തവണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്നുള്ളത്. അത് LDF-ഉം UDF-ഉം തമ്മിലുള്ള അതിശക്തമായ മത്സരങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും. ഇവിടെ മനസ്സിലാക്കേണ്ടത് LDF-ന് എല്ലാ ബൂത്തിലും ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ലാത്ത ഒരു മണ്ഡലം ആണ് കാസർഗോഡ്. CPM-ന്റെയും അതുപോലെ തന്നെ മറ്റു LDF സംഘടനകളുടെയും സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. എല്ലാ മേഖലകളിലും അവരുടെ സംഘടനാ സംവിധാനം പ്രവർത്തിക്കുന്നില്ല. പല മേഖലകളിലും മുസ്ലിം ലീഗിന് അപ്രമാദിത്യമുണ്ട്. ഒരു വാർഡ് തലങ്ങളിൽ പോലും എതിര് രാഷ്ട്രീയക്കാരില്ലാത്ത ഒരു മണ്ഡലമാണ്. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിലാണ് ഇത് സാധ്യമാകേണ്ടത്. ഏതായാലും വളരെ വലിയ മാറ്റങ്ങൾ കാസർഗോഡ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ കൂടുതൽ വോട്ട് കിട്ടുമെന്ന കാര്യത്തിൽ മാത്രമല്ല, ഇഞ്ചോടിഞ്ച് LDF UDF മത്സരം എന്നുള്ള നിലയ്ക്ക് അന്വേഷണ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരടക്കം ഷാനവാസ് പാദൂരിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്താൽ അത് പാദൂരിന്റെ വിജയത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അല്ലാത്ത പക്ഷവും ഏറ്റവും ശക്തമായ ഒരു മത്സരം കാസർഗോഡ് മണ്ഡലത്തിൽ ഇപ്രാവശ്യം നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി 3 മണ്ഡലങ്ങൾ കൂടിയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. അത് ഒന്ന് ഉദുമ, പിന്നൊന്ന് കാഞ്ഞങ്ങാട്, മറ്റൊന്ന് തൃക്കരിപ്പൂര്. 3ഉം LDF-ന്റെ പരമ്പരാഗതമായിട്ട് LDF ജയിച്ചു പോരുന്ന മണ്ഡലങ്ങളാണ്. ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി നടക്കുമോ എന്നാണ് പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യം.
അതിൽ ഉദുമയും കാഞ്ഞങ്ങാടും ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണ കെ സുധാകരൻ എന്ന UDFന്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് വന്നിട്ടും ഉദുമയിൽ അട്ടിമറിയൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ ഒരുപാട് അണികൾ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്ന നേതാവാണ് കെ സുധാകരൻ. അത്തരം കെ സുധാകരൻ വന്നിട്ട് പോലും UDFന് മറിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് ഉദുമ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉദുമയിൽ ഇപ്രാവശ്യം CH കുഞ്ഞമ്പു എന്ന സിറ്റിംഗ് MLA, LDFന്റെ സിറ്റിംഗ് MLA തന്നെ വിജയിക്കാനാണ് എല്ലാ സാഹചര്യങ്ങളും ഉള്ളത്. മറ്റൊന്നിനുമുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മണ്ഡലത്തിൽ നേരിയ മാർജിനുള്ള ഭൂരിപക്ഷം UDFനൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് സമ്പൂർണ്ണമായിട്ട് മായുകയും CH കുഞ്ഞമ്പു ആ മണ്ഡലത്തിൽ നടത്തിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് UDFന്റെ തന്നെ വോട്ടുകൾ പോലും പൂർണ്ണമായിട്ടും UDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ UDFന്റെ സിറ്റിംഗ് സീറ്റ് LDFന്റെ സിറ്റിംഗ് സീറ്റ് CH കുഞ്ഞമ്പു നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവിടെ വലിയ അട്ടിമറിക്കോ എന്തെങ്കിലും മത്സര സാധ്യതയോ ഇല്ല. മറ്റൊന്ന് കാഞ്ഞങ്ങാട് മണ്ഡലമാണ്. കാഞ്ഞങ്ങാട് മണ്ഡലം സ്വാഭാവികമായിട്ടും പരമ്പരാഗതമായിട്ട് LDFന് നല്ല ഭൂരിപക്ഷം ലഭിക്കുന്ന മണ്ഡലമാണ്. അവിടെയും മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. CPI ആണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്, കോൺഗ്രസ് ആണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവിടെയും കഴിഞ്ഞ തവണ 25,000 മറ്റോ ഭൂരിപക്ഷം ഉണ്ടായ മണ്ഡലത്തിൽ ഒരു വിധത്തിലുള്ള അട്ടിമറിയും സാധ്യമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അവിടെയും മറ്റുള്ള സാധ്യതകൾക്കുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂർ ഇപ്രാവശ്യം ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലമാണ്. LDFന് വേണ്ടി CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം മുസ്തഫയാണ് മത്സരിച്ചത്. ഇവിടെ കോൺഗ്രസിന്റെ സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയായി വന്നതോട് കൂടിയിട്ടാണ് ഏറ്റവും ശക്തമായ ഒരു മത്സരമായിട്ട് അത് മാറിയത്. സന്ദീപ് വാര്യർ നല്ല മത്സരം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സന്ദീപ് വാര്യർക്ക് വേണ്ടി വളരെ വലിയ പിന്തുണ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിജയത്തിലെത്തിക്കാൻ പോകുന്നതല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. തൃക്കരിപ്പൂർ മണ്ഡലം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി LDFന്റെ കയ്യിലുള്ള മണ്ഡലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ വന്നാലും അത് മറിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്ദീപ് വാര്യറിന് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് ഉണ്ടാക്കിയത് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നാണ്. മുസ്ലിം ലീഗ് പരമാവധി സന്ദീപ് വാര്യർക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. അവർ പരമാവധി ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും അവിടെ മുസ്തഫയെ അട്ടിമറിച്ചുകൊണ്ട് VPP മുസ്തഫയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ കാസർഗോഡ് നേരത്തെ ഉണ്ടായിരുന്ന 3-2 എന്നുള്ള ആനുപാതികമായ സാഹചര്യത്തിനാണ് സാധ്യത. മഞ്ചേശ്വരത്ത് BJP അട്ടിമറിക്കുകയും കാസർഗോഡ് ഷാനവാസ് പാദൂരിന് അട്ടിമറി എന്തെങ്കിലും സാധ്യമായാൽ അത് കൂടുതൽ ക്ഷീണം ചെയ്യുക UDFന് തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.